നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടികയിൽ യു.ഡി.എഫിന് അനുകൂലമായി കാണുന്ന ജനങ്ങളുടെ പിന്തുണയും ആവേശവും യു.ഡി.എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന് സുനിശ്ചിത വിജയം സമ്മാനിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി.എ. മുഹമ്മദ് റഷീദ്. വർഗീയതയെ മാറി മാറി താലോലിക്കുന്നവരും അഴിമതിയിൽ ആറാടി നിൽക്കുന്നവരുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലാലൂരിന് എതിരായി നിൽക്കുന്നത്. ആ എതിരാളികൾ നിലംപരിശാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകും നാട്ടികയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും സി.എ. മുഹമ്മദ് റഷീദ് കൂട്ടിച്ചേർത്തു. യു.ഡി.എഫ് നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. യു.ഡി.എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, യു.ഡി.എഫ് നാട്ടിക നിയോജക മണ്ഡലം ജനറൽ കൺവീനർ കെ എ ഹാറൂൺ റഷീദ്, ഡി.സി.സി സെക്രട്ടറിമാരായ അനിൽ പുളിക്കൻ, കെ ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, വി.ആർ. വിജയൻ, ശോഭ സുബിൻ, എൻ.എസ്. അയൂബ്, കെ.കെ. അശോകൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി.ഐ. ഷൌക്കത്ത് അലി, ഷൈജു സായിറാം, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിജോ ജോൺ, കേരള കോൺഗ്രസ് ജേക്കബ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാലസുന്ദരൻ, സി.എം.പി. നാട്ടിക നിയോജക മണ്ഡലം ഏരിയ സെക്രട്ടറി ബി. രമേശ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി.കെ. വിനോദ്, മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ.എ. ഷൌക്കത്ത് അലി, മണ്ഡലം പ്രസിഡന്റുമാരായ പി.എം. സിദ്ദിഖ്, പി.എസ്. സുൽഫിക്കർ, പി.എസ്. സന്തോഷ്, ആന്റോ തൊറയൻ, കെ.ബി. രാജീവ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി. വിനു, ഷീബ, അജയ് കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, എം.എൻ. പ്രിയൻ പെരുഞ്ചേരി, ജോഷി ആല സേവയുടെ മണ്ണിലേക്കാണ്. രണ്ടിനും രണ്ട് രീതിയിലുള്ള വിശ്വാസത്തിന്റെ ചരിത്രപരമായ വലിയ ഘടകങ്ങളുണ്ട്. രണ്ടും മോശമാകില്ല. രണ്ട് യാത്രയും വിജയത്തിലെ അവസാനിക്കൂ എന്ന് എന്റെ സംസ്ഥാനത്തിന്റെ ആദ്യത്തിലെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ തിളക്കമാർന്ന വിജയത്തിന് വേണ്ടിയാണ് ഈ ആഫീസ്. ഈ ആഫീസിനൊരു പാരമ്പര്യം കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട അനിൽ പുളിക്കലിന്റെയും നൌഷാദ് ആറ്റുപറമ്പത്തിന്റെയും വിജയേട്ടന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഓഫീസ് വർക്ക് ചെയ്തിരുന്നു. അത് നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായിരുന്നു. നഷ്ടപ്പെട്ട കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വിജയഗാഥ രചിക്കാൻ വേണ്ടി അവർ തയ്യാറാക്കിയ ഒരു കേന്ദ്രം ഇതായിരുന്നു. ഈ കേന്ദ്രമാണ് നാട്ടിക പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ ഈ ഓഫീസാണ് കാരണമായതെങ്കിൽ ഞാനൊരു സംസാരത്തിന്റെ ആദ്യത്തിലെ പറയുന്നു, ഈ ഓഫീസ് കേരളത്തിൽ ഒരു പുതിയ ചരിത്രം കൂടെ തിരിച്ചു കുറിക്കാൻ പോകുന്നു. 15 വർഷം ഇടതുപക്ഷം എം.എൽ.എ.ആയി ജനപ്രതിനിധിയായി ഒരു വികസനവും നടത്താത്ത വികസന മുരടിപ്പിന്റെ കേന്ദ്രമായി മാറിയ നാട്ടിക വികസന കുതിപ്പിലേക്ക് പോകുന്ന എം.എൽ.എയെ സംഭാവന ചെയ്യുന്ന ഒരു കേന്ദ്രമായിരിക്കും ഈ ഓഫീസ് എന്ന് ആത്മാർത്ഥമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.